ഉണ്ടായിരുന്നു. നമ്മൾ കഥയിൽ സംഭാഷണം ഉണ്ടോ എന്ന് ചോദിക്കും അല്ലെ? സംഭാഷണം ഉണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു, ടീച്ചർ കുട്ടിയുമായിട്ടുള്ള സംഭാഷണം അല്ലെ, അമ്മയും കുട്ടിയായിട്ടുള്ള സംഭാഷണം അല്ലെ, ഒരുപാട് പറയാതെ പറഞ്ഞു പോകുന്ന ഒരുപാട് സംഭാഷണങ്ങളും ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഒരു കഥാരചന അല്ലെ. അപ്പൊ എന്താണ് ഒരു ശീർഷകം കൊടുക്കുക. ശീർഷകം എപ്പോഴും കൊടുക്കേണ്ടത് നമ്മൾ എഴുതിയ കഥയ്ക്ക് ശേഷം അല്ലെ, കഥ എഴുതി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു ഹെഡിങ് കൊടുക്കണം. ചാടി വീണ് നമ്മൾ ആദ്യമേ ഒരു തന്നിരിക്കുന്ന വിഷയം അതേപടി എഴുതി വെക്കാനായിട്ട്. അത് മിക്കവാറും എല്ലാം ഈ മത്സരങ്ങൾക്ക് കാണുന്ന പ്രത്യേകതയാണ്. എന്താണോ വിഷയം, അതായത് ജഡ്ജസ് കൊടുക്കുന്ന വിഷയം എന്താണോ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എഴുതി വെക്കും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്? വേറെ വിഷയം മാറ്റി കൊടുക്കാറുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ആ വിഷയത്തെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മള് കിട്ടുന്ന വിഷയത്തെ നമ്മൾ ഉൾക്കൊണ്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചിന്തിക്കുക. ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കഥ എഴുതാൻ ശ്രമിക്കുക. ഇത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കഥ എഴുതി തന്നെ വേറെ രീതിയുണ്ട്. മഷി പുരട്ടൽ, അതൊരു സൈക്കോളജി പരമായിട്ടുള്ള കാര്യമാണ്. മഷി പുരട്ടൽ രീതി എന്നുള്ള രീതിയുണ്ട്. മഷി പുരട്ടൽ രീതി. എന്താ മഷി പുരട്ടൽ രീതി? എന്താണ് മഷി പുരട്ടൽ രീതിയുടെ പ്രത്യേകത? നമ്മള് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു മഷി, നമ്മള് ഇങ്കില്ലേ, ഇങ്ക് എന്ത് ചെയ്യുക? കുടഞ്ഞിടുക. കുടഞ്ഞിട്ടിട്ട് ആ പേപ്പർ മടക്കി അത് എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും അല്ലെ, പരക്കും അല്ലെ. അപ്പോ മഷി പുരട്ടൽ രീതി ഇത് തന്നെയാണ്. നമുക്ക് ആമയുടെ മുയലിന്റെ കഥ എല്ലാവർക്കും അറിയാലോ. എന്താണ്? ഒരിടത്തൊരിടത്ത് ആമയും മുയലും ഉണ്ടായിരുന്നു. കൊച്ചു കഥ അല്ലെ. അപ്പൊ അവര് ദിവസം ഒരു ഓട്ടപ്പന്തയം വെച്ചു. രണ്ടുപേരും ഓടി. കുറെ കഴിഞ്ഞപ്പോൾ അഹങ്കാരം മൂത്തു. ആർക്ക്? മുയലിന്. മുയൽ എന്ത് ചെയ്തു? ഉറങ്ങിയപ്പോ ആര് ജയിച്ചു? പതിയെ ഇഴഞ്ഞു പോയ ആമ ജയിച്ചു അല്ലെ. അപ്പൊ അതൊരു കഥയാണ്. ഈ കഥ ഞാനൊരു ഷോർട്ടാക്കി മഷി പുരട്ടുന്ന രീതി പറഞ്ഞുതരാം. അതായത് ആമയും മുയലും തമ്മിലുള്ള ഓട്ടം മത്സരം. ഒരു പോയിന്റ്. ആമ എന്ത് ചെയ്തു? അല്ല സോറി, മുയൽ ഉറങ്ങിപ്പോയി. ആമ ജയിച്ചു. മുയലിന്റെ അഹങ്കാരം ശമിച്ചു. ഇത്രയാണ്. നാല് പോയിന്റ്. ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കഥയിലോട്ട് ഒരു കഥയാക്കി മാറ്റുന്നത്. അപ്പൊ ആദ്യം എന്താണ്? ആമയും മുയലും ഓട്ട മത്സരം നടത്തി അല്ലെ. ആര് ഉറങ്ങിപ്പോയി? മുയൽ ഉറങ്ങിപ്പോയി. ആര് ജയിച്ചു? ആമ. ആമ ജയിച്ചു. ആരുടെ അഹങ്കാരം തീർന്നു? മുയലിന്റെ അഹങ്കാരം തീർന്നു. ഇതാണ് മഷി, കുടഞ്ഞിട്ട മഷി. ഇത് നമ്മൾ ഇന്ന് പുരട്ടണം. എന്ന് വെച്ചെന്താണ്? അതിനത് വ്യാപിപ്പിക്കണം അല്ലെ. അതിനൊരു കഥയാക്കി. അതായത് ഒരു ദിവസം രണ്ടുപേരും കൂടെ ചേർന്നത് കൊച്ചുകുട്ടികളുടെ കഥയാണ്. ഇത് നമ്മള് ഇതേ രീതിയിൽ നമ്മൾ കഥ എഴുതാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരിടത്ത് കൊച്ചു അല്ലെ, രണ്ട് ആമയും മുയലും ഉണ്ടായിട്ട് അവരെന്ത് ചെയ്തു? മത്സരം നടത്തി. ഇതൊക്കെ പറയാൻ കഥയായിട്ട് അവരെ പരിഹരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു വിഷയം കിട്ടുമ്പോൾ അല്ലെ, ഇപ്പൊ പ്രകൃതി ഭംഗിയായിരിക്കാം, അവരുടെ വിഷയം കിട്ടുന്ന സമയത്ത് നമ്മൾ അതിനെ ചെറിയ പോയിന്റ്സ് ആക്കി എടുക്കുക. ഒരു ആശയത്തിനെ നമ്മൾ ചെറിയ പോയിന്റ്സ് ആക്കി എടുക്കുക. എന്നിട്ട് അതിനെ സ്പ്രെഡ് ചെയ്ത് ഒരു നല്ലൊരു ആശയമാക്കി മാറ്റുക. ആശയമാക്കുമ്പോൾ നമ്മുടെ ജീവിത ഗന്ധിയായിരിക്കണം ആശയം. വെറുതെ എന്തെങ്കിലും എഴുതി വെക്കുന്നതല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം എന്ത് പറയുന്നത്, അതിനെ ആശയം എന്ന് പറയാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് മനസ്സിലായത് എന്തൊക്കെയാണ്? അതായത് ശീർഷകമാണ്, കഥാവസ്ഥ, കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി അടുത്ത് ഞാൻ ഒരു കഥയോടെ വായിച്ചു തരാം. ചിന്തിക്കാൻ നേരമില്ലാതായി ചുറ്റും മരുന്നിന്റെയും ആശുപത്രിയുടെയും മണമായി. രോഗികളുടെ പരാതിയും പരിഭവവും മാത്രമായി ചുറ്റില്. അതിനിടയിൽ ഞാൻ എന്നെ തന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. നേരമില്ല ഒന്നിനും. അതെ, ഞാൻ എന്നെ തന്നെ പറ്റിക്കുകയാണ്. ഇതൊരു കഥയുടെ ആരംഭമാണ്, തുടക്കമാണ്. ഇതിൽ നിന്ന് ബാക്കി ഫില്ല് ചെയ്യാൻ പറ്റുമോ? ബാക്കിയുള്ള നമുക്ക് കഥ നാടകീയമായിട്ട് തുടങ്ങിയത് നാടകീയത. ഞാൻ പറഞ്ഞു വായിച്ചുതരാം. ചിന്തിക്കാൻ നേരമില്ലാതായി ചുറ്റും മരുന്നിന്റെയും ആശുപത്രിയുടെയും മണമായി. രോഗികളുടെ പരാതിയും പരിഭവവും മാത്രമായി ചുറ്റില്. അതിനിടയിൽ ഞാൻ എന്നെ തന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. നേരമില്ല ഒന്നിനും. അതെ, ഞാൻ എന്നെ തന്നെ പറ്റിക്കുകയാണ്. ഇത് ഇത്ര വായിച്ചപ്പോൾ ഇതിന് ആശയം നിങ്ങൾക്ക് എന്തായിട്ട് പറയാൻ പറ്റുന്നുണ്ട്? എന്തായിരിക്കാം? ആരുടെ പരാതിയായിരിക്കും? ഒരു ഡോക്ടറുടെ പരാതിയാണ്. ആ പരാതി എന്തായിരുന്നു? ഒരു പരിഭവമാണ് അല്ലെ. എന്നാൽ നമുക്ക് മനസ്സിലായി ഇതൊരു പരാതി എന്താണ്? ഒരു പരിഭവമാണ് അല്ലെ. അപ്പൊ നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഥയാക്കി മാറ്റാൻ പറ്റുമോ? ഒരു കഥ ഒന്ന് ജസ്റ്റ് തീം ഒന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് പറഞ്ഞു ശ്രമിച്ചു നോക്ക്. ഇത്രയും കിട്ടി. ചിലപ്പോൾ നമുക്ക് വിഷയം കിട്ടുന്നത് ഈ ലെവലായിരിക്കാം. ഇതുപോലത്തെ ഒരു ഉദാഹരണത്തിൽ തരുന്നത് അത് നമ്മൾ എന്താക്കി മാറ്റണം? കഥയാക്കി മാറ്റി. ഇങ്ങനെയായിട്ട് ചിലപ്പോൾ പരീക്ഷ നമ്മുടെ എന്താണ് മത്സരങ്ങൾക്ക് കിട്ടുന്ന വിഷയം എങ്ങനെ കഥയാക്കി മാറ്റാൻ പറ്റും നമുക്ക്?
എങ്ങനെ മാറ്റാൻ പറ്റും? ഡോക്ടറിന്റെ പരാതി, ഒരു മനസ്സിലെ ടെൻഷനാണ് നമ്മൾ കണ്ടു. എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കാം? തിരക്ക് പിടിച്ച ജീവിതം, കറക്റ്റ് അതാണ് പോയത്. അതായത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ തനിക്ക് തന്നെ പോലും അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംരക്ഷിക്കാൻ പറ്റുന്നില്ല, അവർക്ക് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഡോക്ടറിന്റെ എന്താണ് ഒരു ആവിലാതി പരാതിയാണ് ഈ ഒരു കഥ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഥാപാത്രം നമ്മൾ എന്ത് ചെയ്യുക? സൃഷ്ടിക്കുക. അതിനകത്ത് ഡോക്ടർ ഒരു കഥാപാത്രമാണ് അല്ലെ. പിന്നെ എന്താ ചെയ്യാം? നമുക്ക് വീട്ടിലെ ഭാര്യ ഒരു കഥാപാത്രമായിരിക്കാം, മകളൊരു കഥാപാത്രമായിരിക്കാം അല്ലെ. അപ്പൊ കഥാപാത്രം നമ്മൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കഥ കൊടുക്കുക അല്ലെ. ചിലപ്പോൾ ഒരു കല്യാണത്തിന് ആരെങ്കിലും വിളിച്ച സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല, അപ്പൊ ഭാര്യ പ്രശ്നം ഉണ്ടാക്കി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഥയാക്കി രൂപീകരിക്കാനായിട്ട് പറ്റും. അതിനകത്ത് ഭാര്യയും പിന്നെ എന്താണ് ഡോക്ടറായിട്ടും അതുപോലെ നഴ്സും ഡോക്ടറായിട്ടൊക്കെ എന്താണ് ആ ഒരു സംഭാഷണം കൂടെ കടന്ന് വരണം. അപ്പൊ അതൊരു നമുക്ക് നല്ലൊരു കഥയാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ കിട്ടുന്ന വിഷയത്തിന്റെ തീം, അപ്പൊ ഇതെന്ത് വിഷയം നമുക്ക് പേര് കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ കഥ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു, എന്ത് പേര് കൊടുക്കാൻ പറ്റും? സമയമില്ല, തിരക്ക് പിടിച്ച ജീവിതം നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്ത് പേര് കൊടുക്കാൻ പറ്റും? ഡോക്ടറിന്റെ തിരക്ക്. ഡോക്ടറിന്റെ തിരക്ക് നല്ലൊരു പേര് വന്നു, നല്ല മോള് കേട്ടോ. ഡോക്ടറിന്റെ തിരക്ക്. പിന്നെ കുറച്ചുകൂടെ നമ്മൾ ആ കൊച്ചുകുട്ടിയെ പറഞ്ഞു, വളരെ ചെറിയൊരു കുട്ടിയാണ് പറഞ്ഞ ഡോക്ടറിന്റെ തിരക്ക്, നല്ലൊരു പേര് പറഞ്ഞു. അപ്പൊ കുറച്ച് മുതിർന്നവർ കുറച്ചുകൂടെ ഒന്ന് ആലങ്കാരികമായിട്ട് പറയാൻ പറ്റുമോ? കഥ ഇഷ്ടമല്ല, കവിതയാണ് ഇഷ്ടം, നോവലാണ്. കഥ എഴുതിയാലേ നോവലിലോട്ട് പോകാൻ പറ്റുള്ളൂ, നോവൽ എഴുതാൻ പറ്റുള്ളൂ. ശരി. നോവലും കഥയൊക്കെ ഒന്നെയാണ്. കുറച്ച് അധ്യായങ്ങൾ പറ്റുമ്പോ ഒരു 10-20 അധ്യായം എന്തായിട്ട് മാറും? നോവലായിട്ട് മാറും. കഥ എഴുതാൻ അറിയാമെങ്കിൽ നോവലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് പേര് കൊടുക്കാൻ പറ്റും? വേറൊരു പേര് കൊടുക്കാൻ പറ്റും എന്തെങ്കിലും? വിഷുപുരന്റെ ആവരാതികൾ. നല്ലൊരു പേരൊക്കെ രണ്ടുപേർക്കും ഒരു കപ്പ് കൊടുക്കുക. നല്ലൊരു പേരല്ലേ വിഷുപുരൻ? നമ്മൾ ഡോക്ടർ മാറ്റിയിട്ട് അതെന്താക്കി മാറ്റി? വിഷുപുരൻ. മലയാളി അല്ലെ, മലയാളവൽക്കരിച്ചു അല്ലെ. എന്നിട്ട് വിഷുപുരന്റെ ആവരാതികൾ, നല്ല പേരല്ലേ. ശരി. അപ്പൊ ഇതുപോലുള്ള ഇനി ഇത് മാത്രം ഡോക്ടറെ തന്നെ ഒതുങ്ങി നിൽക്കണമെന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരു ഉദാഹരണം വെച്ചാൽ, നമ്മള് പ്രായമായ ആൾക്കാര് അല്ലെ, വാർദ്ധക്യം എന്നൊരു വിഷയം, വാർദ്ധക്യത്തെ കുറിച്ചൊരു ഉപന്യാസം എഴുതാൻ പറയാണ്. നിങ്ങൾ അതെങ്ങനെ ഹെഡിങ് കൊടുക്കും? വാർദ്ധക്യത്തെ കുറിച്ചൊരു ഉപന്യാസം എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പരീക്ഷ എവിടെയോ ഒരു എസ്സേ കോമ്പറ്റീഷനോ എന്തെങ്കിലും ചോദിക്കുന്നത് എങ്ങനെ പേര് കൊടുക്കും? വാർദ്ധക്യമാണ് വിഷയം. നിങ്ങളൊന്ന് പേര് കൊടുത്തേ. ഒന്നുമില്ല. വാർദ്ധക്യകാലം എന്നൊരു വിഷയം കിട്ടിയാൽ നിങ്ങൾ അതിന് എന്തിനെ പേര് കൊടുക്കും? അനാഥാലയം. കറക്റ്റ്, നല്ലൊരു പേര്, അനാഥാലയം. സിമ്പിളാണ്, ലളിതമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതിലൂടെ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? അനാഥാലയത്തിന്റെ അവസ്ഥകളിലേക്ക് നമ്മളെ അതിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു കഥയായിരിക്കും. ഓക്കെ. പിന്നെ ഒറ്റപ്പെടൽ. മിടുക്കൻ. ഒന്ന് ക്ലാപ്പ് കൊടുക്ക്, കാരണം ഈ കൊച്ചു കുട്ടികളെ കൂടുതൽ പറയുന്നത്. ഒറ്റപ്പെടൽ നല്ലൊരു പേരാ അല്ലെ. കാരണം വാർദ്ധക്യത്തിലെ അവര് നല്ലൊരു പേരാട്ടോ, ഒറ്റപ്പെടൽ. എന്ന് വെച്ചാൽ വാർദ്ധക്യത്തിലെ മിക്കവാറും വ്യക്തികളുടെ അവസ്ഥ എന്താണ്? ഒറ്റപ്പെടുന്ന അവസ്ഥ. അപ്പൊ അത് വാർദ്ധക്യകാല ജീവിതം എന്ന പേരെന്നെ കൊടുത്തവൻ എന്താണ്? ഒറ്റപ്പെടൽ. നല്ലൊരു പേര് കേട്ടോ. പിന്നെ വേറെന്താണ്? ഞാനൊന്ന് പറയട്ടെ. നമ്മളൊരു ഇതുണ്ടല്ലോ, പച്ച പ്ലാവില വീണാൽ പഴുത്ത പ്ലാവില ചിരിക്കരുത്, അത് കൊടുത്താൽ പോരെ? അതായത് വാർദ്ധക്യം നമുക്കുണ്ട്, നാളെ എന്താണ്? വാർദ്ധക്യം നമുക്കും വരാം. അപ്പൊ നമ്മള് വാർദ്ധക്യത്തിലുള്ള ആൾക്കാര് വിഷമിക്കുമ്പോൾ നമ്മൾ ചിരിക്കാനായിട്ട് പാടില്ല. ഉണ്ടോ വേറെ പേര്? ഇല്ല. പേര് നമുക്ക് കൊടുക്കാം. ഇന്ന് ഞാൻ, നാളെ നീ. ഇന്ന് ഞാനാണെങ്കിൽ നാളെ എന്താണ്? നിനക്ക് ഈ അവസ്ഥ വരാം എന്നുള്ളൊരു പേര് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ. അപ്പൊ നമ്മള് ഒന്നെന്താണ് ആലങ്കാരികം പഠിച്ചിട്ടില്ല. ഇന്ന് ഞാൻ, നാളെ നീ ലളിതമാണ്, പദം ലളിതമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൽ തന്നെ ആശയമുണ്ട്. എന്താണ്? ഒരു താക്കീതാണ് അല്ലെ. നിനക്ക് ഇന്ന് നീ അല്ലെ, ഞാൻ അനുഭവിക്കുന്ന വേദന നാളെ നീ എന്ത് ചെയ്യും? അനുഭവിക്കുന്ന ഒരു താക്കീത് അതിനകത്തുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേരുകൾ കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ലളിതമായിട്ടുള്ള പേരുകളായിരിക്കണം. അപ്പൊ അതിൽ തന്നെ ഇന്ന് ഞാൻ, നാളെ നീ എന്ന് പറയുമ്പോ
ചിലപ്പോ ആ അമ്മ അല്ലെ വാർദ്ധക്യത്തിലുള്ള അമ്മ തന്റെ മരുമകൾക്ക് കൊടുത്ത ഒരു താക്കീതായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? മരുമകൾ കൊടുത്ത താക്കീതായിരിക്കാം. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു കഥ നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കും. ഇനി ഞാൻ ഒരു ഉദാഹരണം വായിച്ചു പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ചെറിയൊരു കഥ ഞാൻ എഴുതിപ്പിക്കും. ചെറിയൊരു ഒരു വരി മതി, ഒന്നോ രണ്ടോ വരി എഴുതി നമ്മൾ എഴുതി നോക്കണമല്ലോ. വേണ്ടേ? വേണം. ഒരു കഥ വായിച്ചു തരാം. ഒരു കഥ ഇതാണ്. നിനക്ക് അമ്മയുണ്ടായിട്ടും നീ എന്തിനാ ഞങ്ങളെ പോലെ ഈ അനാഥാലയത്തിൽ നിൽക്കുന്നത്? ഒരു നിമിഷം ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചെങ്കിലും യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ ഞാൻ മറുപടി കൊടുത്തു. അമ്മയ്ക്ക് കുറച്ച് അകലെയാണ് ജോലി. അവിടെ എന്നെ കൂടി ഒപ്പം നിർത്താനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടല്ല ഞാൻ ഈ ചോദ്യം നേരിടുന്നത്. ഈ അനാഥാലയത്തിൽ പുതുതായി എത്തുന്ന ഓരോ ആൾക്കാർക്കും അധികം വൈകാതെ ഈ സംശയം ഉണ്ടാകാറുണ്ട്. ഇത്രയാണ് കഥയുടെ തുടക്കമാണ് കേട്ടോ. ഇത് എന്താണ് മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കേന്ദ്രം എവിടെയാണ്? അനാഥാലയം അല്ലെ? അനാഥാലയമാണ് അല്ലെ? അനാഥാലയത്തിൽ ആരുടെ കരച്ചിലാണ് നമ്മൾ കേട്ടത്? ഇതിനകത്ത് ഒരു കുട്ടിയുടെ അല്ലെ, ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു അല്ലെ? അവന്റെ പ്രശ്നം എന്താണ്? അവൻ ശരിക്കും അനാഥനാണോ? ആണോ? ഇല്ല. എന്തുകൊണ്ടാണ് അവൻ അനാഥ നിൽക്കാനുള്ള കാരണം? എന്താണ്? അവന്റെ അമ്മയ്ക്ക് ജോലി തിരക്കാണ്. ആ ജോലി തിരക്ക് കാരണമായിട്ടാണ് അവൻ എന്ത് ചെയ്ത് അനാഥാലയത്തിൽ നിൽക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. എന്തായി നമ്മളാണ് ആ സ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുക അല്ലെ? ശരിക്കും അനാഥനല്ല, പക്ഷെ അനാഥനെ പോലെ ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ കരയുമായിരിക്കും അല്ലെ? ഒറ്റയ്ക്ക് മാറി നമ്മള് കരയുമായിരിക്കും അല്ലെ? പരിഭവം പറയുമായിരിക്കും. നമ്മുടെ അമ്മയെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വേദനകൾ അമ്മയെടുത്ത് പറയാൻ എല്ലാവരും എന്നോട് ചോദിക്കുന്നു, എന്താണ് നീ അനാഥനല്ലല്ലോ, നീ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നു. നമ്മുടെ പരാതി നമ്മൾ അമ്മയെടുത്ത് പറയും. അമ്മയെടുത്ത് ചിലപ്പോൾ ദേഷ്യം കാണും അല്ലെ? അനാഥനൊപ്പം നിൽക്കുന്ന അനാഥനില്ലാത്തൊരു കുട്ടി അല്ലെ? നമുക്ക് ഇതിന് എന്ത് പേര് കൊടുക്കാം? എന്ത് പേര് കൊടുക്കാം? അനാഥാലയത്തിലെ കുട്ടിയിലെ ആ കുട്ടിയുടെ അവസ്ഥകളാണ്. അപ്പൊ എന്ത് പേര് കൊടുക്കാം? ഒന്നുമില്ല നമുക്ക്. അനാഥനെന്നോ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുത്തോ കേട്ടോ. ഈ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിക്കാണല്ലോ. കഥയെന്ന് പറഞ്ഞ കഥയുടെ ഒടുക്കവും ആദ്യവും എന്തായാലും നാടകീയമായിട്ട്, എന്നിട്ട് അതിന്റെ ഇടയിൽ എന്ത് വരണം? അതിന്റെ ആശയം പറഞ്ഞാൽ ആദ്യം മുതലേ ഒരിടത്ത് അദ്ദേഹത്തിന് ഒരിടത്തൊരു രാജാവുണ്ടായി, രാജാവിന് എന്താണ് ഒരു ഭാര്യ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ കഥ എഴുതേണ്ടത്. നാടകീയമായിട്ട് നമ്മൾ ചെയ്യുന്ന കഥയെന്ന്. അപ്പൊ ഞാൻ മൂന്ന് കഥയുടെ തുടക്കം ഞാൻ പറഞ്ഞു. ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണല്ലോ. ഞാൻ ചെറിയൊരു വിഷയം കേട്ടോ, ഒന്ന് എഴുതി നോക്കൂ. തുടക്കം നാടകീയമായ തുടക്കം മാത്രം മതി. അതിന്റെ ആശയം നമുക്ക് പിന്നെ കണ്ടതൊന്ന് എഴുതി നോക്കൂ. വിഷയം ഇതാണ്: മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. ഒന്ന് എഴുതി നോക്ക്. മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. ഒരു സെന്റൻസ് എഴുതിയാൽ മതി കേട്ടോ. ബാക്കി നോക്ക് പിന്നെ നോക്കാം. സെന്റൻസും അതിന്റെ ആശയം വിഷയം ഇത്രയും നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഒരുപാട് ആലോചിക്കാൻ, കാരണം നമുക്ക് വേറെ 20 മിനിറ്റ് ആണ് നമ്മുടെ ഒരു മത്സരത്തിൽ കിട്ടുന്ന സമയം. അപ്പൊ നമുക്ക് ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം കിട്ടില്ല. ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇതിനോടൊപ്പം മനസ്സിലാക്കാൻ പറ്റും. മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. എഴുതോക്ക്, കഥ എഴുതി നോക്ക്. എഴുതിയോ? ആരെങ്കിലും എഴുതി കഴിഞ്ഞോ? ഒരാളെങ്കിലും. കഴിഞ്ഞോ?
കഴിഞ്ഞു. ഒരാൾക്ക് വായിക്കാമോ? ഒരാൾക്ക് വായിച്ചോ? നമ്മളെ തെറ്റ് നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു തെറ്റുകൾ വരും, പ്രശ്നമില്ല. കാരണം നമ്മളെല്ലാവരും ഒരുപോലെയാണെന്ന ചിന്താഗതി മനസ്സിൽ വന്നിട്ടില്ലാത്ത പ്രശ്നം. നമ്മളെല്ലാവരും എന്താണ്, സമദുഃഖിതരാണ് എന്ന ചിന്ത മനസ്സിൽ വന്നാൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ. നമ്മളൊന്ന് എഴുതാത്തവർക്ക് പറയുകയും ചെയ്യാം, എഴുതാതിരിക്കുന്നവർക്ക്. ഒന്ന് എഴുതി വായിച്ചേ, ഒരാൾ വായിച്ചേ. വായിക്കുമ്പോഴേ തിരുത്താൻ പറ്റുള്ളൂ. ആരും എഴുതിയില്ല? എഴുതി വായിക്കാനൊരു മടിയല്ലേ? ഞാൻ വായിക്കാം. അത് കുഴപ്പമില്ല, 20 മിനിറ്റേ ഉള്ളൂ. നോക്കട്ടെ എഴുതുന്നത്. ഇവിടെ എഴുതിയൊരു കഥ. മീനു അമ്മയുടെ ശബ്ദം കേട്ട് അവൾ ഉണർന്നു. ജനാല വഴി പുറത്തേക്ക് നോക്കിയ അവൾ, അത്രേ ഉള്ളൂ, ബാക്കി എഴുതിയിട്ടില്ല. എന്താ നല്ലൊരു തുടക്കമല്ലേ അല്ലെ? മീനു എന്ന് പേര് അപ്പോൾ കൊടുക്കണ്ട, അവൾ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നല്ല നാടകീയമായ തുടക്കമല്ലേ? എന്താണ്, അവൾ എഴുന്നേറ്റു. എവിടെയാണ്? ജനാലയുടെ പുറത്തേക്ക്. വേറെ ആരെങ്കിലും എഴുതിയോ? ആതിര എഴുതിയോ? നോക്കട്ടെ. ചിലപ്പോ നമ്മള് വലിയ വലിയ കഥാകാരന്മാർ. അടുത്തൊരു കഥ ഇതാണ്. കുഞ്ഞെ, നീ അകത്ത് കയറിയേ, പനി വരും എന്റെ കുഞ്ഞെ. ആ അമ്മ തന്റെ മകനെ വിളിക്കുകയായിരുന്നു. നിർത്താതെ ചൊരിയുന്ന മഴ. നല്ലൊരു ഇതല്ലേ? ക്ലാപ്പ് കൊടുക്കുന്നത്. ഭയങ്കര കഥാകാരന്മാരൊക്കെ ഇതിനകത്തിരിക്കും. പക്ഷെ പുറത്ത് കൊണ്ടുവരാൻ എന്താണ് ഒരു മടി. എഴുതിയോ? അടുത്തൊരു കഥ. രാവിലെ തിരിച്ച യാത്രയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ വളരെ വൈകി. മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. നല്ലൊരു കാര്യം, നല്ല നാടകീയല്ലേ? അന്നട്ടോ. അപ്പൊ കഥാകാരന്മാരാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളൊരു തെളിവാണ് അല്ലേ? നമുക്ക് എഴുതാൻ മടിയാണ്. വേറെ ആരെങ്കിലും? അടുത്തൊരു കഥ. മോൻ എന്താ സ്കൂളിൽ പോകാത്തെ? ചോദ്യം കേട്ട് അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അതും നല്ലൊരു ഇതല്ലേ, തുടക്കമല്ലേ? കൊള്ളാം. അപ്പൊ നമ്മള് ഇത് നാടകീയത നിങ്ങളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കഥയാക്കി മാറ്റുക. നാടകീയത വന്ന കഥയുടെ പകുതി ആയി കഴിഞ്ഞു. മനസ്സിലായോ? നമ്മള് ഇങ്ങനെ ആയിരുന്നോ നിങ്ങളെ ഒരു കോമ്പറ്റീഷൻ എഴുതിക്കൊണ്ടിരുന്നത്? ആണോ? ഇങ്ങനെ ആയിരുന്നോ? നിങ്ങൾ സാധാരണ കിട്ടുമ്പോ എന്ത് ചെയ്യുമായിരുന്നു? നിരത്തിപ്പിടിച്ചങ്ങ് കഥ എഴുതും അല്ലെ? അങ്ങനെ ആയിരുന്നോ? എഴുതിയില്ല. എന്താ ആശയം? വെരി ഗുഡ്. നല്ലൊരു ഇതല്ലേ? അച്ഛൻ മരിച്ചു, ശവദാഹത്തിന് ശേഷവും മഴ പെയ്യുകയാണ്. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ എപ്പോഴും. അപ്പൊ അതിൽ തന്നെ ഒരു മഴയുണ്ട് അല്ലെ? ആ ശവദാഹം എന്ന് പറയുമ്പോ അച്ഛൻ മരിച്ചതാണ്. അപ്പൊ അതിൽ തന്നെ ആ മരണം എന്ന് പറയുന്ന ഒരു മഴയാണ് അല്ലെ? നമ്മൾ ഒരിക്കലും തീരാത്ത ഒരു എന്താണ് മഴയാണ്. നമ്മൾ ഒരിക്കലും അതല്ലേ പെയ്തുകൊണ്ടേയിരുന്നു അല്ലെ? അപ്പൊ അതൊരു കണ്ടിന്യൂഷൻ ആണ്, തുടർച്ചയുണ്ട് അല്ലെ? അപ്പൊ അതും നല്ലൊരു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു കഥയെ കുറിച്ച് ധാരണ കിട്ടി എന്നുള്ളത് എനിക്കും തോന്നുന്നുണ്ട്. കിട്ടിയല്ലോ? ഏകദേശം ധാരണ കിട്ടിയല്ലോ. അപ്പൊ അത് മതി. ബാക്കി നമുക്ക് കുറച്ച് 2 വിഷയം തരാം. വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. 2 വിഷയം തരാം. ഇന്നലകളിലെ ആകാശം. അടുത്ത വേറൊരു വിഷയം. തിരമാലകൾ എന്നോട് പറഞ്ഞു. എഴുതി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് എഴുതി. ഇപ്പൊ നമ്മൾ നാടകം തുടങ്ങിയതേ ഉള്ളൂ. ആണ് നല്ല നാടകം. ഒടുക്കം വേണം, ഒരു കഥ വേണം, കഥാപാത്രങ്ങളെല്ലാം വേണം, ഒരു നല്ലൊരു ഭാവന വേണം, നല്ലൊരു കഥാവസ്തു വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ എന്തായിട്ട് നല്ലൊരു കഥയായിട്ട് മാറും. അപ്പൊ നിങ്ങളൊരു മാഗസിൻ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് എന്താണ് കഥാകാരന്മാർ ജനിക്കട്ടെ എന്ന് ആശംസിക്കുകയും കൂടെ ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു. അതിന്റെ കവിത കൂടെ പറയണമല്ലോ, കേൾക്കണമല്ലോ അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു കഥ എഴുതുന്നതിനേക്കാൾ എളുപ്പമാണ് എഴുതാൻ കവിത. ഒരു കവിത നിങ്ങളുടെ വിഷയം കിട്ടി, നിങ്ങൾക്ക് കോമ്പറ്റീഷന്റെ വിഷയം കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വിഷയം കിട്ടി നിങ്ങൾ എന്ത് ചെയ്യും?
പറ്റി എഴുതാൻ നോക്കും, ആ വിഷയത്തിനെ കുറിച്ച് എഴുതാൻ നോക്കും. എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? അതല്ലേ ഇവിടെ വിഷയം. എഴുതാൻ നോക്കും. നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? സാധാരണ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ വിഷയം കിട്ടും. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ ഒരു കവിതാ രചനയിൽ പങ്കെടുക്കുന്നത്? എങ്ങനെയാണ്? എഴുതില്ല, ആകെ എഴുതുന്ന നോവൽ മാത്രം. ശരി, നല്ല നോവലിസ്റ്റും ഇതിനകത്തുള്ളത് സന്തോഷം. എങ്ങനെ എഴുതൊരു കവിത? പറഞ്ഞോ, നമ്മൾ യൂത്തിന്റെയും സ്ത്രീധന സംഘടനയുടെ മത്സരത്തിൽ പങ്കെടുക്കുന്നതല്ലേ? കവിതാ രചന മത്സരമുണ്ട്. നമ്മൾ വിഷയം കിട്ടും, നമ്മൾ എന്താ ചെയ്യുന്നത്? നിരത്തി പിടിച്ചെന്തെങ്കിലും അങ്ങ് എഴുതി വെക്കും അല്ലേ? അപ്പോ കവിതയ്ക്ക് രണ്ട് തരമുണ്ട്. അതായത് ആദ്യകാല കവിത അല്ലെ, ആരുടെയൊക്കെയാണ്? കുമാരനാശാന്റെയും ഉള്ളൂരിന്റെയും വള്ളത്തോളിന്റെയൊക്കെ ആദ്യകാല കവിത. ഇപ്പോഴത്തെ പുതിയ പുതിയ കവിത അല്ലെ, റഫീഖ് അഹമ്മദിന്റെയൊക്കെ പുതിയ പുതിയ കവിത. രണ്ടിനും വ്യത്യാസം. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത കേട്ടുണ്ടോ? കുഞ്ഞുണ്ണി മാഷിന്റെ കവിത ഏതെങ്കിലും കവിത കേട്ടുണ്ടോ? പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം, ഇത്രയേ ഉള്ളൂ കവിത. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം അല്ലെ. പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണാടി കൂടെ കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ. രണ്ടു വരിയേ ഉള്ളൂ. പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്ത് വേണം? വെറുതെ കൈ വീശി പോണ്ട. എന്ത് കണ്ണാടി? നമ്മൾ സ്പെക്സ് അല്ല, എന്താണ്? മുഖം നോക്കുന്ന കണ്ണാടി. കാരണം നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോ പെൺകുട്ടിയുടെ കുറ്റങ്ങൾ നമ്മൾ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? സ്വന്തം കുറ്റം കൂടെ, സ്വന്തം മുഖത്തിന്റെ ഐശ്വര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കാണുക. അതാണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിത. കുറച്ച് കവിത പറഞ്ഞുതരാം കേട്ടോ. നല്ല, കാരണം രണ്ട് വരി അല്ലെങ്കിൽ കൂടിപ്പോയി 4 വരി കാണുള്ളൂ. പക്ഷെ അതിനകത്ത് എന്താണ്? ആശയ സമ്പന്നമായിട്ടുള്ള വരികളാണ്. അപ്പോ ആദ്യകാല കവിത നമ്മൾ കുമാരനാശാൻ. കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന ഒരു കവിത കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കരുണ കേട്ടുണ്ടോ? കേട്ടുണ്ട്. അത് താളവും അല്ലെ, അതിൽ ഒരു 4 വരി ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. വിശപ്പിനു വിഭവങ്ങൾ വെറുപ്പോളമാശിച്ചാൽ വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ ഇതിന്റെ താളം കേട്ടപ്പോ എന്താ തോന്നിയേ? ഏത് താളമാണ്? വഞ്ചിപ്പാട്ട് അല്ലെ, വഞ്ചിപ്പാട്ടാണ്. അതായത് ഓ ദിത്തിത്ത, നമ്മൾ പുറത്ത് പാടാൻ പറ്റില്ല. ഓ ദിത്തിത്താരാ ദിത്തിത്തേ അല്ലെ, നമുക്ക് കുറച്ചേ നമുക്ക് പാടാൻ പറ്റും. അത് വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ടിന് നാട കവിതയാ കുമാരനാശാന്റെ കവിത അല്ലെ, കരുണയാണ്. ഈ വഞ്ചിപ്പാട്ടിന് ഒരു നൃത്തമുണ്ട്. അതായത് നവോന്നത. നദോ എന്ന് വെച്ചാൽ താഴ്ന്നത്, ഉന്നതം എന്ന് വെച്ചാൽ ഉയർന്നത്. അതായത് ഈ വഞ്ചിപ്പാട്ടിന്റെ താളവും തന്നെ ഉയർന്നും പൊങ്ങിയും പോയി അല്ലെ, താഴ്ന്നും പൊങ്ങിയും കൊണ്ട് ആ ഒരു താളമാണ് അല്ലെ. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം നശിച്ചാൽ, അതായത് നമ്മൾ വിശക്കുന്ന സമയത്ത് വെറുപ്പോളം നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. അശിക്കുക എന്ന് വെച്ചാൽ കഴിക്കുക എന്നാണ്. കഴിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾക്കാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചോറ് കഴിച്ചു അല്ലെ, വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ മുമ്പില് മന്തിയോ എന്താണ് ബിരിയാണിയോ ഒക്കെ കൊണ്ടുവയ്ക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? കഴിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് അവിടെ കവി പറഞ്ഞത്, വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം നശിച്ചാലും. നമ്മുടെ വിശപ്പിന് വേണ്ടിയിട്ട് ഭക്ഷണം എന്താണ് വെറുക്കുന്നേരം നമ്മൾ നമ്മളെന്താണ് കഴുത്തുമുട്ട എന്നൊക്കെ പറയും അല്ലെ. കഴുത്തുമുട്ട കഴിച്ചാലും മൂക്കുമുട്ടയല്ലേ, മൂക്കുമുട്ടയെ കഴിച്ചാലും എന്ത് ചെയ്യും? വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണം കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? കൊതി തോന്നും അല്ലെ. അപ്പൊ അവിടെ വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം നശിച്ചാലും നമ്മൾ എന്തെഴുതും? വിശപ്പിന് വിഭവങ്ങൾ അല്ലെ, വിശപ്പിന് ഭക്ഷണങ്ങൾ എന്താണ് മടുക്കുവോളം കഴിച്ചാലും എന്ന് നമ്മൾ എഴുതും. നമുക്ക് എന്താണ് തിന്നാലേ എഴുതാം. നമ്മുടെ ശൈലി ഏതാണ്? നമ്മൾ കഴിച്ചൊന്നും എഴുതില്ല, നമ്മൾ എന്തെന്ന് എഴുതുള്ളൂ? എന്തെഴുതുള്ളൂ? തിന്നാലും. നമ്മുടെ ശൈലി ഏതാണ് അല്ലെ, നമ്മൾ കഴിച്ചൊന്നും പറയില്ല. അപ്പൊ നമ്മുടെ ശൈലി നമ്മൾ എഴുതാൻ. പക്ഷെ കവി എങ്ങനെ എഴുതിയത്? വിശപ്പിനു വിഭവങ്ങൾ. അവിടെ തന്നെ വിശപ്പ് വിഭവം വെറുപ്പോളം നശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾക്കാണെങ്കിൽ കൊതിയാവാം അല്ലെ. അപ്പൊ അവിടെ വാക്കുകൾക്ക് എന്തുണ്ട്? ഒരു അടുക്കും ചിട്ടയുണ്ട്. വിശപ്പ്, വെറുപ്പോളം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് അല്ലെ, വാക്കുകൾക്കൊരു ഭംഗിയുണ്ട്. നമ്മൾ എഴുതിയ പോലെ നമ്മൾ എഴുതിയ വിശപ്പിന്റെ വിഭവങ്ങൾ വെറുപ്പോളം തിന്നാലും എന്ന് പറയുമ്പോൾ അതിനൊന്നില്ല, ഒരു ഭംഗി ഇല്ല. അതിൽ വേറെ ഒന്ന്, ഈ നമ്മുടെ ഉള്ളൂരിന്റെ പ്രേമസംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്നുള്ള പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. തുടക്കം എങ്ങനെയാണ്?
ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതെന്നല്ലോ പരക്കെ നമ്മെ പാലമൽ കൂട്ടി പാവണ ശശിബിംബം ഭക്തനുരാഗതയാദിവപുസ്സം പരാത്മചൈരണ്യം പലമട്ടേന്തി പാരിതിരങ്ങും പ്രകാശമരുളുന്നു. അല്ലെ, അവിടെ എന്താണ് ഒരു ലോകത്തിന്റെ അവസ്ഥ, പ്രേമസംഗീതം എല്ലാത്തിനും, എല്ലാ മതവും, എല്ലാ അഭിപ്രായങ്ങളും, എല്ലാ മതവും ഒന്നാണ്, ഒരു ആശയം നമുക്ക് നൽകുന്നത്. അല്ലെ, ഒരാശയം നമുക്ക് നൽകുന്നുണ്ട്. ഇത് വള്ളത്തോളിന്റെ മറ്റൊരു കവിതയാണ്. അല്ലെ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എന്റെ ഭാഷ, വള്ളത്തോളിന്റെ ഉള്ളൂരിന്റെയാണ് കേട്ടോ പ്രേമസംഗീതം. പ്രേമസംഗീതം ഉള്ളൂരിന്റെയാണ്. വള്ളത്തോളിന്റെ മറ്റത് നമ്മുടെ കവിത്രയത്തിൽ പെടുന്ന വ്യക്തികളാണ് ഈ 3 പേര്. അല്ലെ, നമ്മുടെ വള്ളത്തോളിന്റെ കവിത എന്റെ ഭാഷ കേട്ടിട്ടുണ്ടോ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മത്തിന് പെറ്റമ്മ തൻ ഭാഷ താൻ. അല്ലെ, അതായത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രി വെച്ചാലാണ് ധാത്രി ആരാ? വളർത്തമ്മ. മത്തിന്, മനുഷ്യന് അവന്റെ പെറ്റമ്മ എന്ന് പറയുന്നതാണ് മാതൃഭാഷയാണ്. അപ്പോ മാതൃഭാഷയുടെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുന്ന വരികൾ. അപ്പൊ ഈ 3 വരികൾ, ഞാൻ 3 കവിത പറഞ്ഞു. 3 കവിതയിൽ എന്തുണ്ട്? ഒരു താളമുണ്ട്. അല്ലെ, അപ്പോ ആദ്യകാല കവികൾ കവിത എഴുതിയത് താളം. ഇന്നത്തെ കവിതയ്ക്ക് താളമുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ നൃത്തമില്ല, അലങ്കാരമില്ല, അങ്ങനെ ഒന്നുമില്ല. ഒക്കെ എന്ത് വേണമെങ്കിലും, അതാ പറഞ്ഞതാണ് പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. അത്രേ ഉള്ളൂ, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. എന്താണ്? കുഞ്ഞുണ്ണി മാഷ്ട കവിതയാണ്. എന്റെ പ്രശ്നം എന്താണ്? പൊക്കമെന്ന് വെച്ചോടെ അർത്ഥം എന്താണ്? അവിടെ ആ വരിക്കകത്ത് 2 പൊക്കം വന്നു. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഒന്ന് ഹൈറ്റും ഒന്ന് ലോയും. അതായത് കുഞ്ഞുണ്ണി മാഷ് പൊക്കമില്ലാത്തൊരു വ്യക്തിയായിരുന്നു, പൊക്കം കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് പൊക്കമില്ലായ്മയാണ് എന്ന് വെച്ചാൽ അഹങ്കാരം. പൊക്കത്തിന്റെ അർത്ഥം എന്താണ് അവിടെ? അഹങ്കാരം. അഹങ്കാരം ഇല്ലാത്തതാണ് എന്റെ പൊക്കം. ഞാൻ പൊക്കം കുറഞ്ഞ വ്യക്തിയാണ്, പക്ഷെ എനിക്ക് എന്തില്ല? അഹങ്കാരമില്ല. അതുകൊണ്ട് ഞാൻ എന്താണ്? ഉന്നതത്തിൽ നിൽക്കുന്നു. അതുപോലെ അദ്ദേഹം പറഞ്ഞ പോലെ കാണാൻ പോകുമ്പോ കണ്ണാടി കൂടെ കൊണ്ടുപോകണം. അല്ലെ, അങ്ങനെ കുറെ എന്താണ് നല്ല നല്ല വരികൾ. അല്ലെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മളൊരു കവിത എഴുതുമ്പോ പ്രാസം എന്താണ്? പ്രാസം എന്ന് വെച്ചാൽ പ്രാസം അതെ പറഞ്ഞോ, ആണ് അക്ഷരങ്ങൾ. അതെ, കറക്റ്റ്. അതായത് നമ്മളൊരു 4 വരിയുടെ ആദ്യത്തെ അക്ഷരം കായിൽ തുടങ്ങിയാണ് എങ്കിൽ സെക്കൻഡ് അക്ഷരം എന്തായിരിക്കും? കായിൽ തന്നെ തുടങ്ങും. അങ്ങനെയുള്ള വാക്കുകളായിരിക്കും. 3ാമത്തെ അക്ഷരം കായിലായിരിക്കും, 4ാമത്തെ അക്ഷരവും 4ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം. അത് ആദ്യ പ്രാസം എന്ന് പറയും. ദ്വിതീയാക്ഷര പ്രാസമുണ്ട്. ദ്വിതീയാക്ഷര പ്രാസം എന്ന് വെച്ചാൽ ഒരു വരിയിലെ 2ാമത്തെ അക്ഷരം രായാണെങ്കിൽ 2ാമത്തെ വരിയിൽ 2ാമത്തെ അക്ഷരം രായായിരിക്കും, 3ാമത്തെ വരിയിൽ 3ാമത്തെ അക്ഷരം രായായിരിക്കും, 4ാമത്തെ വരിയിൽ 4ാമത്തെ അക്ഷരവും എന്തായിരിക്കും? രായായിരിക്കും. അത് ദ്വിതീയാക്ഷര പ്രാസം. അന്ത്യപ്രാസങ്ങൾ കുറെ പ്രാസങ്ങളുണ്ട്. നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. കാരണം നമുക്ക് വൃത്തം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ? വൃത്തം പഠിക്കുന്നുണ്ടോ? മലയാളത്തില് വൃത്തം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അലങ്കാരം അറിയോ? ഇല്ല. നമ്മള് ഇപ്പോഴത്തെ മലയാളം പറയുന്നത് കുറച്ച് വരികൾ തന്നിരിക്കും, അതിന്റെ ആശയം എഴുതാൻ പറയും, അങ്ങനെയൊക്കെ കുറച്ച്. പക്ഷെ നമ്മളെ ഈ ഒരു പ്രായത്തിലുള്ളവര് പഠിച്ചിട്ടില്ലേ? മലയാളത്തിൽ പഠിച്ചിട്ടില്ലേ? വൃത്തം, കേക, 3 2 2 3 2 2 എഴുത്തുകൾ, 14 6 ഗണം, പാദം 2 1 പോൽ, ഒരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും നടുക്കുയതി പാതാതി പൊരുത്തം ഇത് കേകയാ. അല്ലെ, എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തത്തിന്റെ പേര് പറയുമ്പോ നമ്മൾ ലക്ഷണം കൂടെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഇന്നത്തെ കുട്ടികൾ ഒന്നും തന്നെ ഇതൊന്നും പഠിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കേക എന്നോ എന്താണ് നവോദയ ഇന്നത്തെ കുട്ടികൾക്ക് അറിയേയില്ല. നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. പക്ഷെ എങ്കിലും നമ്മൾ എഴുതുന്ന കവിതയ്ക്കകത്ത് എന്ത് വരും? ഒരു താളം. ഒരു താളം അറിയാണ്ട് എവിടെയൊക്കെയോ ഒരു താളം വരും. എല്ലാ എഴുത്തിനും ഒരു നേരത്തെ കഥ വായിച്ചില്ലേ? കവിക്കുന്നുണ്ട് ഒരു താളമുണ്ട്. ആ വായന രീതിക്കുന്നുണ്ട് ഒരു താളമുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ഒരു താളം എല്ലാ കവിതയ്ക്കകത്തും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്.